ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. അതിനായിട്ട് ചിക്കൻ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കന് കറിക്ക് ആവശ്യമുള്ള സവോളയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിക്കും കരിയാപ്പിലയും പിന്നെ വേറൊരു ഇലയുണ്ട്, അതുകൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗായ്സ് എനിക്ക് ആ സത്യം മനസ്സിലായത്. അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, ഫുള്ളായിട്ട് കാണണേ. അതേ ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം സവോളയും ഉള്ളിയും എല്ലാം അരിയാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഗായ്സ്, ഈ ഒരു ഇല നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്നും അറിയാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ബിരിയാണിക്കകത്തും ചിക്കൻ കറിക്കകത്തും ഇറച്ചിക്കറിക്കകത്തും എല്ലാത്തിനകത്തും ഇടാൻ വേണ്ടിയുള്ള ഒരു ഇലയാണ് കേട്ടോ. അതറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ വലിയ ഷോയിൽ വന്ന് കട്ടിംഗ് ബോർഡൊക്കെ വെച്ച് അരിയാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ്. ആ ദൗത്യം ഞാൻ പിന്നെ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചു. കാരണം എനിക്ക് അങ്ങനെ അരിയുന്നതിലും സ്പീഡ് കൈ കൊണ്ട് അരിയുന്നതായിരുന്നു കേട്ടോ. അത് ഒന്നാമത്തെ പാളിച്ചയാണ്. അത് കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് മഞ്ഞപ്പൊടി ഒരു തുള്ളി പോലും ഇല്ല. നമ്മൾ മഞ്ഞളെല്ലാം പൊടിപ്പിക്കുകയാണല്ലോ, അപ്പോൾ മഞ്ഞപ്പൊടി തീർന്നിരിക്കുമായിരുന്നു. അന്നേരം പിന്നെ ഉള്ളത് വെച്ചൊരു തുള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും മസാലക്കൂട്ട് നമ്മളിവിടെ പൊടിച്ചാണ്, പിന്നെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് സ്പൈസസ്, ഗ്രാമ്പൂ, കറുവാപ്പട്ട, പിന്നെ ബേ ലീഫ്, കുരുമുളക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരിയായിട്ട് ചീനച്ചട്ടി വെച്ച് ഗ്യാസ് കത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് നോക്കിയപ്പം ഗ്യാസും തീർന്നിരിക്കുകയാണ് ഗൈസ്. എന്താ ഐശ്വര്യമല്ലേ. അപ്പം എൻ്റെ ഒരു ശ്രമവും രണ്ടാമത്തെ പാളിച്ചയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സങ്കടമാണ് ആ കാണുന്നത്. എന്നിട്ട് നമ്മൾ നേരെ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാതെ അടുത്ത അടുപ്പിലോട്ട് കടന്ന്, വിറകടുപ്പിലോട്ട്. അതിനെ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്തിന് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് സ്പൈസസ് എടുത്ത് വെച്ചിട്ടില്ലേ, കറുവപ്പട്ടയും ബേ ലീഫും കുരുമുളകും ഗ്രാമ്പൂവും കുരുമുളകും അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ച് എടുക്കണം. മൂത്ത് വരുന്ന സമയത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ സവോള ഇടാവുള്ളൂ. അപ്പോൾ ഇന്നെല്ലാം എളുപ്പപ്പണിയായിരുന്നു. കാരണം ഞാൻ വൈകുന്നേരം കുളിക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കാണ് അച്ഛയും അമ്മയും ആശുപത്രി പോയിട്ട് വന്നത്. അന്നേരത്തേക്കും പൊറോട്ടയാണ് നമുക്ക് വൈകിട്ട് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത്. അന്നേരം ചിക്കൻ നമ്മളുടെ ഇപ്പോഴത്തെ വിലയ്ക്ക് ചിക്കൻ ഫ്രൈ വാങ്ങിക്കുന്നത് നല്ലത് ചിക്കൻ കറിയാണല്ലോ വെക്കുന്നത്. അതായത് ചിക്കൻ വാങ്ങിച്ചാൽ മതിയല്ലോ, അതാകുമ്പോൾ 2 ദിവസം കറി ആവുമല്ലോ എന്ന് പറഞ്ഞ് ചിക്കനും വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ആശുപത്രി പോയി ക്ഷീണിച്ചിട്ടൊക്കെ വന്നതല്ലേ, അപ്പോൾ ഞാൻ വെച്ചേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് കയറിയാണ്. ഭാഗ്യത്തിന് കുളിച്ചില്ലായിരുന്നു. കുളിക്കുന്നതിന് മുന്നേ കറിയും കൂടെ വെച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോഴത്തെ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ ആ ഇലകൾ, കരിയാപ്പിലയും മറ്റും ഞാനൊരു ഇല കാണിച്ചില്ല, അതും ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മൂത്ത് വന്ന സമയത്തിന് സവോള വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൈ ഫോണും ഒരു കൈ ഇളക്കവും കൂടെ വലിയ പാടായിരുന്നു കേട്ടോ. നമുക്ക് ആ സൈഡിൽ വെട്ടവും കുറവാണ്. വിറകടുപ്പിൻ്റെ ഭാഗത്തോട്ടെ ഗ്യാസ് അടുപ്പിൻ്റെ അങ്ങോട്ടുള്ളതിനെക്കാട്ടി വെട്ടക്കുറവായിരുന്നു. അങ്ങനെ ഞാൻ ഫോണിൻ്റെ വെട്ടമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. ചില ഭാഗങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. കാരണം ഫോൺ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. അതുപോലെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഓഫായി പോകുന്നുണ്ട്. കംപ്ലൈൻ്റ് ആണോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു അന്ന്. അങ്ങനെ സവോള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. ഇന്ന് തട്ടിക്കൂട്ട് ചിക്കൻ കറി എന്ന് പറയാൻ തന്നെ കാരണം, ഞാൻ ചിക്കൻ കറി വെക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി അല്ലെങ്കിൽ ഫ്രൈ ആകുന്നതിന് മുന്നേ ഉള്ള ഭാഗമില്ലേ, അങ്ങനെ വെച്ചിട്ടാണ് എപ്പോഴും ചിക്കൻ കറി വെക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് സമയമില്ലാഞ്ഞത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വറക്കാതെ സാധാരണ നമ്മൾ ചിക്കൻ വെക്കത്തില്ല അതുപോലെയാണ് വെക്കുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെ വെക്കുന്നത് തീരെ ഇഷ്ടമല്ല. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷേങ്കിൽ കറിയൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് സൂപ്പറായിരുന്നേ. അന്നേരം ഞാൻ അതൊന്ന് അടച്ച് വെച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അച്ഛമ്മ കിച്ചിക്കുട്ടനും കാശിക്കുട്ടനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ടി വി ഒക്കെ കണ്ടുകൊണ്ട് ടി വി വെച്ചില്ല, അവന്മാർ ഭയങ്കര ബഹളമായിരിക്കും. അന്നേരത്തേക്ക് ഞാൻ പിന്നെ പോയി ടി വി വെച്ച് കൊടുത്തപ്പോഴത്തേക്കിനും അവിടെ ഇരുന്ന് കളിക്കുവാണേ. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നത്തേക്ക് സവോളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സൈഡിലോട്ട് മാത്രം വിറകടുപ്പായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഗ്യാസേ വെക്കുന്നത് പോലെ തീ കുറയ്ക്കവും കൂട്ടുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് ഇളക്കി എടുക്കുവാണ്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് അടുക്കി പിടിച്ച് വരുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല, അടുക്കി പിടിച്ചതല്ല, അത് ചെറുതായിട്ടിങ്ങനെ ആ ഭാഗം മൂത്ത് വരുന്നതാണേ. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കിനേ ഉള്ളൂ നമുക്ക് ചിക്കൻ കറിക്ക് നല്ലൊരു കറുത്ത കളറൊക്കെ കിട്ടത്തുള്ളൂ. അത് ഞാൻ എപ്പോഴും പറഞ്ഞത്, എനിക്ക് അങ്ങനത്തെയാണ് കേട്ടോ ഇഷ്ടം. അല്ലെങ്കിൽ ചുമന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തിന് നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ ചിക്കൻ കറി ഫ്രൈ ചെയ്യാതെ വെക്കുന്നത് കൊണ്ട് ചിക്കൻ വേകുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ആ വെള്ളത്തിൽ കിടന്ന് വേണമല്ലോ ചിക്കൻ വേകാനായിട്ട്. അതുകൊണ്ട് ഞാൻ നേരെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണം. പിന്നെ ഗൈസ്, എന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം അടച്ച് വെക്കാം.
ഇപ്പോൾ ദേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഭാഗത്തിന് നമുക്ക് സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഉപ്പിട്ടാൽ മതി. അതേ ഇപ്പോൾ കയ്യിലോട്ട് തെറിച്ച് വീഴേണ്ടതായിരുന്നു, ഭാഗ്യത്തിന് അങ്ങോട്ട് മാത്രമേ വീണുള്ളൂ കേട്ടോ. ഫോൺ ഒരു കയ്യിൽ ഇരിക്കുമായിരുന്നു, അതുകൊണ്ട് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടപ്പോഴത്തേക്ക് തെറിച്ച് വന്നതാണ് അതിൻ്റെ ചാറെല്ലാം കൂടെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്തും എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ചിക്കൻ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ചിക്കൻ ആവശ്യമുള്ള തുള്ളി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ. ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുവാണ്, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. ഇനി മുന്നോട്ട് ഈ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നല്ല ആവിയാണ് നമ്മുടെ അടുക്കളയിൽ. ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഞാൻ ദേ മടുത്ത് ഇവിടെ ഇരിക്കുവാണ്. അതുമല്ല ഗൈസ്, എനിക്കിപ്പം കുറച്ച് ദിവസമായിട്ട് കാലയിലൊക്കെ ഇങ്ങനെ നീര് വരുന്നുണ്ട്, മുഖത്തും എല്ലാം. നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാം, ചെറിയൊരു അടുപ്പൊക്കെ ഉണ്ട്. എന്നാന്നൊരു പിടുത്തവും ഇല്ല. കാലിൻ്റെ കണ്ണയ്ക്കും ആ ഭാഗത്തും ഒക്കെ നീരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര വയ്യാഴികയാണ് കുറച്ച് ദിവസമായിട്ട്. കൈവേദനയും ദേഹത്തിന് വേദനയും ഇല്ലാത്ത വേദനകളും പ്രശ്നങ്ങളും ഒന്നുമില്ല കേട്ടോ. അത് നിങ്ങളെ കൊണ്ട് കാണിച്ചാണ് കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ കുറച്ച് നിന്നപ്പോഴത്തേക്കും കാല് മൊത്തം അങ്ങനെ നീര് വെച്ചേ. അതറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ, എന്നെ അങ്ങനെ വരുന്നതെന്ന്. അപ്പോഴത്തെ ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് രാവിലെട്ടനൊക്കെ പറഞ്ഞിട്ട് നല്ല സൂപ്പർ കറിയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഞാനിത് ഈ രീതിയിൽ ഞാൻ ചിക്കൻ കറി വെക്കത്തില്ല കേട്ടോ, ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നതാണ് എനിക്ക് ഇഷ്ടമേ. അപ്പോൾ ഞാൻ മടിച്ചാണ് ഇങ്ങനെ വെച്ചത്, പക്ഷേ അത് നല്ല കറി വരുന്നു കേട്ടോ. എന്നിട്ട് ദേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചിക്കൻ കറി വെച്ചിട്ട് അഭിപ്രായങ്ങളും എല്ലാം പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. മുന്നോട്ട് സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. താങ്ക്